നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ കറണ്ട് അഫയേഴ്സ് നമ്മൾ അടുത്ത പാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. ജാനുവരി 2025 കറണ്ട് അഫയേഴ്സിൻ്റെ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കണം. ഇനി അടുത്ത 10 ദിവസത്തെ കറണ്ട് അഫയേഴ്സോട്ട് ഞാൻ വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി, എന്നാലും ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. 11 മുതൽ 20 വരെയുള്ള 10 ദിവസത്തെ കറണ്ട് അഫയേഴ്സാണ്. ഇനി അടുത്ത 21 മുതൽ 31 വരെയുള്ള അടുത്ത കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്ത പാർട്ട് 3 ചെയ്യും. ജാനുവരി 2025 കറണ്ട് അഫയേഴ്സ്. അപ്പം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ പുതിയ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പുതിയ കോഴ്സിൻ്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവർ നമ്മളെ ടെലഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഫെബ്രുവരി 5 മുതലേ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഫീയും ഡീറ്റെയിൽസും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന 10th മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞ് +2, പിന്നെ അതിൻ്റെ അടുത്ത മാസം ഡിഗ്രി. അങ്ങനെ ഓരോ മാസം 3 മാസം കൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. അഫോർഡബിളായ ഒരു ഫീയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഈ അടുത്ത് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവർഗം. ഈ അടുത്തെന്ന് വെച്ചാൽ 2025 ജനുവരിയിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവർഗമാണ് ജരാവ. അപ്പോൾ ജരാവ എന്ന ആൻഡമാനിലെ ഗോത്രവർഗം വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് ഓർത്ത് വെച്ചേക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, 2025 കരസേന പരേഡ് ദിന വേദി പൂനെ. അപ്പം 3ാമത്തെ തവണയാണ് ഡൽഹിക്ക് പുറത്തായിട്ട് കരസേന ദിന പരേഡ് വേദി വരുന്നത്. സാധാരണ ഡൽഹിയിലാണ് നടക്കുന്നത്. ഇപ്പം 3ാമത്തെ തവണയാണ് ഡൽഹിക്ക് പുറത്ത്. അപ്പം 2025 പൂനെയിലാണ് പരേഡ് നടക്കുന്നത്. അടുത്ത ചോദ്യം, 2025 ആഗോള ജാവലിൻ മത്സരവേദി, ജാവലിൻ ത്രോ മത്സരവേദി. ഇന്ത്യയിൽ വെച്ചാണ് 2025 ആഗോള ജാവലിൻ മത്സരം നടക്കുന്നത്. അടുത്തത് 2025 ജനുവരി 9 നടന്നൊരു വിയോഗ വാർത്തയാണ്. ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. പാലിയത്ത് ജയചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. 2025 ജനുവരി 9 അന്തരിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അന്തരിച്ച തീയതി വർഷമൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2025 ജനുവരി 9 പി ജയചന്ദ്രൻ അന്തരിച്ചത്. 5 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾ 1972, 78, 99, 2004, 2015. ഈ വർഷങ്ങളിൽ 5 തവണയായിട്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1986 മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ശ്രീനാരായണ ഗുരു എന്ന സിനിമയിലെ ഗാനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനം 1965 കുഞ്ഞാലി മരയ്ക്കാർ എന്ന സിനിമയിൽ ആലപിച്ച ഗാനമാണ്. പിന്നെ ഓർത്തിരിക്കേണ്ടത്, നക്ഷത്രങ്ങൾ എന്ന സിനിമയിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പി ജയചന്ദ്രനെ കുറിച്ച് ഓർത്ത് വെച്ചേക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ അടുത്ത് അന്തരിച്ച വ്യക്തിയായതുകൊണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, കേരള തദ്ദേശ സ്വയംഭരണ കമ്മീഷനായി നിയമിതനാകുന്നത് ബി അശോക്. കേരള തദ്ദേശ സ്വയംഭരണ കമ്മീഷനായി നിയമിതനാകുന്നത് ബി അശോക്. അടുത്തത്, ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പലിൻ്റെ പേരാണ് INSV തരിണി. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പലാണ് INSV തരിണി. അടുത്ത ചോദ്യം, ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ 9 അംഗ അത്ലറ്റ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് അഞ്ജു ബോബി ജോർജ്. ഈ ഒരു കമ്മീഷനിൽ നീരജ് ചോപ്ര, MD വത്സമ്മ എന്നിവരും അംഗങ്ങളാണ്. അപ്പം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ 9 അംഗ അത്ലറ്റ് കമ്മീഷൻ അധ്യക്ഷ അഞ്ജു ബോബി ജോർജ്. അടുത്തത്, 2025 റിപ്പബ്ലിക് ദിന മുഖ്യാതിഥി. 2025 ജനുവരി 26 ആഘോഷിക്കുന്ന റിപ്പബ്ലിക് ദിന മുഖ്യാതിഥി പ്രാബാവോ സുബിയാന്തെ, ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ്. ഇപ്പോൾ 2024 ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു 2024 റിപ്പബ്ലിക് ദിന മുഖ്യാതിഥി. 2025 റിപ്പബ്ലിക് ദിന മുഖ്യാതിഥി പ്രാബാവോ സുബിയാന്തെ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്.
അടുത്തത് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ്. ഉമറങ്സോ കൽക്കരിക്കനി, അതായത് ഈ അടുത്ത് ഈ കൽക്കരിക്കനിയിൽ ഒരു അപകടം നടന്ന് കുറച്ച് തൊഴിലാളികളൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇരച്ചെത്തിയതിനെ തുടർന്ന്. അപ്പോൾ ഉമറങ്സോ കൽക്കരിക്കനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അസമിലാണ് ഉമറങ്സോ കൽക്കരിക്കനി. ഇന്ത്യയിലെ ആദ്യ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ സിക്കിമിലാണ്. ഇന്ത്യയിലെ ആദ്യ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ സിക്കിമിലാണ്. 2025 AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി വേദി ഫ്രാൻസ്. അപ്പം ഇത് 3 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കുക. അടുത്ത ചോദ്യം, 2025 ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ. കോഴിക്കോട് കാപ്പാട് ബീച്ചും കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 2025 ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ: കോഴിക്കോട് കാപ്പാട് ബീച്ച്, കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച്. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനൽ കുംഭവാണി. അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് 2024 മികച്ച ജാവലിൻ ത്രോ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നീരജ് ചോപ്ര. അപ്പം മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനലാണ് കുംഭവാണി. അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് 2024 മികച്ച ജാവലിൻ ത്രോ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ താരം നീരജ് ചോപ്ര. അടുത്തത് സോനാമാർഗ് തുരങ്കം. 2025 ജനുവരി 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലാണ് സോനാമാർഗ് തുരങ്കം ഉദ്ഘാടനം ചെയ്തത്. ശ്രീനഗറിനെയും സോനാമാർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് കാലാവസ്ഥയിലും ഉണ്ടാക്കാത്ത യാത്രാമാർഗമാണ് സോനാമാർഗ് തുരങ്കം. ഇതിൻ്റെ നീളം 6.5 കിലോമീറ്ററാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് സോനാമാർഗ് തുരങ്കം. അടുത്തത് ഡെമോക്രൈസിസ് എന്ന പുസ്തകം എഴുതിയത് മുൻ MLA ആയ ജോസഫ് M പുതുശ്ശേരി. ഡെമോക്രൈസിസ് എന്ന പുസ്തകം എഴുതിയത് മുൻ MLA ജോസഫ് M പുതുശ്ശേരി. മനോരഥം എന്ന കവിതാ സമാഹാരം ആരുടേത്? കലാമണ്ഡലം ഗോപി. മനോരഥം എന്ന കവിതാ സമാഹാരം കലാമണ്ഡലം ഗോപിയുടേതാണ്. അടുത്തത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ പരിഗണിക്കുന്നതിന് പ്രത്യേക കോടതികൾ ഉൾപ്പെടെയുള്ള ബലാത്സംഗ കേസുകളിൽ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നതിനേക്കാൾ കഠിനമായ ശിക്ഷ ഉറപ്പാക്കുന്ന ഭേദഗതി ബില്ലുകൾ പാസ്സാക്കിയത് തമിഴ്നാട് നിയമസഭ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഭാരതീയ ന്യായ സംഹിതയിലെ ബലാത്സംഗ കേസുകളിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ കഠിനമായ ശിക്ഷകൾ ഉറപ്പാക്കുന്ന ഭേദഗതി ബില്ലുകൾ പാസ്സാക്കിയത് തമിഴ്നാട് നിയമസഭയാണ്. 2024 ഡിസംബറിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കേരളത്തിലാണ്. കേരളത്തിലെ കണ്ണൂർ വിമാനത്താവളത്തിലാണ്. അപ്പോൾ 2024 ഡിസംബറിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിൽ. അടുത്തത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് 150-ാം വാർഷികം. 1875 ജനുവരി 15 ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായത്. ആസ്ഥാനം മൗസം ഭവൻ, ന്യൂഡൽഹി. ഇതിൻ്റെ ഭാഗമായി മിഷൻ മൗസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നൂതന റഡാറുകൾ, ഉപഗ്രഹങ്ങൾ, ഉയർന്ന പ്രവർത്തനക്ഷമത എന്നിവയുൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാലാവസ്ഥാ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്ന സംരംഭമാണ് മിഷൻ മൗസം. അപ്പോൾ ഈ 150-ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി വിഷൻ 2047 രേഖ പ്രധാനമന്ത്രി പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ 150ൻ്റെ മൂല്യമുള്ള സ്മരണിക നാണയവും പിന്നെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ 150 വർഷത്തെ കസ്റ്റമൈസ്ഡ് പോസ്റ്റലും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യം ഓർക്കുക. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് 150-ാം വാർഷികമാണ്. മിഷൻ മൗസം ഒന്നുകൂടെ പറയാം. നൂതന റഡാറുകൾ, ഉപഗ്രഹങ്ങൾ, ഉയർന്ന പ്രവർത്തനക്ഷമത എന്നിവയുൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാലാവസ്ഥാ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സംരംഭം. ഇതാണ് മിഷൻ മൗസം. ഈ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മിഷൻ മൗസം. പിന്നെ വിഷൻ 2047 രേഖ, 150 രൂപ മൂല്യമുള്ള നാണയവും കസ്റ്റമൈസ്ഡ് പോസ്റ്റലും പുറത്തിറക്കിയിരിക്കുന്നത്. സംസ്കാരം, വിനോദസഞ്ചാരം, AI-യുടെ പുരോഗതി എന്നിവ ആഘോഷിക്കുന്നതിനായി ഇന്ത്യയും ഏത് രാജ്യവുമാണ് 2026 ഇരട്ട വർഷമായി ആചരിക്കുന്നത്? ഡ്യുവൽ ഇയർ. സ്പെയിനും ഇന്ത്യയുമാണ് 2026 ഇരട്ട വർഷമായിട്ട് ആചരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
അടുത്തത് BCCI ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറിയായി നിയമിതനായത് ദേവജിത്ത് സൈക്കിയ. അപ്പോൾ ജയ്ഷാ ആണ് മാറിയത്. ജയ്ഷായ്ക്ക് പകരം ദേവജിത്ത് സൈക്കിയാണ് BCCIയുടെ പുതിയ സെക്രട്ടറി ആയിരിക്കുന്നത്. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പുതിയതായി നിലവിൽ വന്ന ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം നിസാമാബാദ്, തെലുങ്കാന. അപ്പോൾ ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ആസ്ഥാനം നിസാമാബാദ്, തെലുങ്കാനയാണ്. മഞ്ഞൾ കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കാനാണ് ഇങ്ങനൊരു ബോർഡ് നിലവിൽ വന്നിട്ടുള്ളത്. BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ, അതുപോലെ BCCIയുടെ നിലവിലെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ് കേട്ടോ. അതേപോലെ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം നിസാമാബാദ്, തെലുങ്കാന. കാസർഗോഡ് നിന്നുള്ള ഒരു തനത് തെങ്ങിനമാണ് ബേഡകം. അപ്പോൾ ബേഡകം എന്ന് പറയുന്നത് തെങ്ങിനമാണ്. കാസർഗോഡ് നിന്നുള്ള ഒരു തനത് തെങ്ങിനമാണ് ബേഡകം. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച് റെക്കോർഡ് നേടിയത് നൊവാക് ദോക്കോവിച്ചിനാണ്. നൊവാക് ദോക്കോവിച്ച്, സെർബിയക്കാരനായ നൊവാക് ദോക്കോവിച്ചിനാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച് റെക്കോർഡ് നേടിയത്. ഇദ്ദേഹം റോജർ ഫെഡററുടെ റെക്കോർഡാണ് മറികടന്നത്. തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും കേന്ദ്ര ടെലികോം വകുപ്പ് പുറത്തിറക്കിയ ആപ്പാണ് സഞ്ചാർ സാഥി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും കേന്ദ്ര ടെലികോം വകുപ്പ് പുറത്തിറക്കിയ ആപ്പാണ് സഞ്ചാർ സാഥി. ഭൂമിയെ ചുറ്റുന്ന ബഹിരാകാശ വസ്തുക്കളുടെ നിരീക്ഷണത്തിനായി ലോകത്തിലെ ആദ്യ വാണിജ്യ ഉപഗ്രഹം വിക്ഷേപിച്ച ഇന്ത്യൻ സ്പേസ് കമ്പനിയാണ് ദിഗാന്ത്ര. ബംഗളൂരു ആസ്ഥാനമായ സ്റ്റാർട്ടപ്പാണ് ദിഗാന്ത്ര. വിക്ഷേപിച്ച ഉപഗ്രഹം സ്കോട്ട്, ഇതിൻ്റെ ഫുൾ ഫോം സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്റ്റ് ട്രാക്കിംഗ് എന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതി പറഞ്ഞാൽ സുരക്ഷിതമായ ബഹിരാകാശ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭൂമിയെ ചുറ്റുന്ന 5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനുമായാണ് ദിഗാന്ത്ര ഇങ്ങനെ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പം ദിഗാന്ത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദിഗാന്ത്രയെ പറ്റി പഠിച്ചു വയ്ക്കുക. ഭൂമിയെ നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന അത്യാധുനിക ഹൈപ്പർ സ്പെക്ട്രൽ ഫ്രീക്വൻസി ഉപയോഗിച്ച് സ്വന്തമായി സാറ്റലൈറ്റുകളുള്ള ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ കമ്പനിയായി മാറിയത് പിക്സൽ. അപ്പോൾ ദിഗാന്ത്രയും പിക്സലും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഭൂമിയെ നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന അത്യാധുനിക ഹൈപ്പർ സ്പെക്ട്രൽ ഫ്രീക്വൻസി ഉപയോഗിച്ച് സ്വന്തമായി സാറ്റലൈറ്റുകളുള്ള ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ കമ്പനിയാണ് പിക്സൽ. അടുത്തത് ന്യൂ ഗ്ലെൻ റോക്കറ്റ്. ഭൂമിയെ ചുറ്റിയ ആദ്യ അമേരിക്കക്കാരൻ ജോൺ ഗ്ലെന്നിൻ്റെ പേര് കൊടുത്ത് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ നിർമ്മിച്ച ന്യൂ ഗ്ലെൻ റോക്കറ്റ്. ഇതിൻ്റെ വിക്ഷേപണം ജനുവരിയിലെ വിജയമായിരുന്നു. അതാണ് ഇത് വാർത്തകളിൽ ഇടം നേടിയത്, ന്യൂ ഗ്ലെൻ റോക്കറ്റ്. അപ്പം ന്യൂ ഗ്ലെൻ റോക്കറ്റിന് പേര് വന്നത് ഭൂമിയെ ചുറ്റിയ ആദ്യ അമേരിക്കക്കാരൻ ജോൺ ഗ്ലെന്നിൻ്റെ പേരിനോടുള്ള ആദരസൂചകമായാണ്. പിന്നെ ന്യൂ ഗ്ലെൻ റോക്കറ്റ് ആരാണ് വിക്ഷേപിച്ചത്? ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ. ഓക്കെ. കേരള കലാമണ്ഡലത്തിൽ ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കപ്പെട്ട ആദ്യ പുരുഷൻ RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ മല്ലിക സാരാഭായിയും വൈസ് ചാൻസലർ B അനന്തകൃഷ്ണനുമാണ്. രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പം RLV രാമകൃഷ്ണൻ്റെ ഫാക്റ്റ് ഓർത്തു വയ്ക്കുക. കേരള കലാമണ്ഡലത്തിൽ ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കപ്പെട്ട ആദ്യ പുരുഷൻ. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് K അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം. K അരവിന്ദാക്ഷനെ പറ്റി വേറൊരു ഫാക്റ്റ്, 1995 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വ്യക്തിയാണ് ഗാന്ധിയുടെ ജീവിത ദർശനം എന്ന കൃതിക്ക്. പിന്നെ 2023 ഈ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഓടക്കുഴൽ പുരസ്കാരം K അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവൽ. സ്കൂളുകളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഭാഷാ വൈവിധ്യം രേഖപ്പെടുത്തുന്നതിനായി ഭാഷാ മാപ്പിംഗ് പദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനമാണ് ത്രിപുര. അപ്പോൾ ഭാഷാ മാപ്പിംഗ് പദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം ത്രിപുര. എന്തിനാണ്? സ്കൂളുകളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഭാഷാ വൈവിധ്യം രേഖപ്പെടുത്താൻ. BCCI അതായത് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യ BCCIയുടെ ഒബുഡ്സ്മാനായി നിയമിതനായ മുൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറാണ് അരുൺ കുമാർ മിശ്ര. 2025 അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് വേദി മലേഷ്യയാണ്. ഈ ഒരു ലോകകപ്പിൽ ഇടം നേടിയ, അതായത് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് VJ ജോഷിത, വയനാടുകാരിയാണ്. അതേപോലെ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ നിക്കി പ്രസാദാണ്.
അതേപോലെ 2023 അണ്ടർ-19 വുമൺ 2020 വേൾഡ് കപ്പ് ആദ്യമായി നടന്നത്. ഇത് രണ്ടാമത്തെയാണ്. 2025 രണ്ടാമതാണ് നടക്കുന്നത്. 2023 ആദ്യ പ്രഥമ ലോകകപ്പിൽ വിജയിച്ചത് ഇന്ത്യ ആയിരുന്നു, ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച്. ഇപ്പോൾ 2023 വേദി ദക്ഷിണാഫ്രിക്ക. ഒന്നുകൂടെ പറയാം, 2025 അണ്ടർ-19 വനിത 2020 വേൾഡ് കപ്പ് വേദി മലേഷ്യ. 2023 പ്രഥമ T20 വിമൻ വേൾഡ് കപ്പ് വേദി ദക്ഷിണാഫ്രിക്ക. വിന്നർ ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമാകുന്ന 119ാമത്തെ രാജ്യമാണ് മാൾട്ട. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമാകുന്ന 119ാമത്തെ രാജ്യമാണ് മാൾട്ട. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലുമാണ്. ഇത് പഠിച്ചു വെച്ചേക്കണേ. കോവിഡ് മരണങ്ങൾ ഏറ്റവും കൂടുതൽ 2024 റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലും, കോവിഡ് കേസുകൾ ഏറ്റവും കൂടുതൽ 2024 റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലും. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വസ്തുക്കളുടെ നിയമപരമായ രേഖകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്വാമിത്വ പദ്ധതി. ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സർവേകളിലാണ് രേഖകൾ ശരിയാക്കുന്നത്. ഇപ്പോൾ സ്വാമിത്വ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വസ്തുക്കളുടെ നിയമപരമായ രേഖകൾ ലഭ്യമാക്കാനായിട്ട് ആരംഭിച്ച പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി ശൂന്യ. 2025 ജനുവരിയിൽ ടിക്ടോക്ക് നിരോധിച്ച രാജ്യമാണ് അമേരിക്ക. 2025 ജനുവരിയിൽ ടിക്ടോക്ക് നിരോധിച്ച രാജ്യമാണ് അമേരിക്ക. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം കവചം. 2025 നടന്ന പ്രഥമ ഖോ ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയായിരുന്നു. ഇപ്പോൾ ആ മത്സരം കഴിഞ്ഞു. പുരുഷ വനിതാ കിരീടം നേടിയത് ഇന്ത്യ തന്നെയാണ്. അതായത് ഖോ പുരുഷ കിരീടവും ഖോ വനിതാ കിരീടവും നേടിയത് ഇന്ത്യ തന്നെയാണ്. രണ്ട് കൂട്ടരും നേപ്പാളിനെ തന്നെയാണ് തോൽപ്പിച്ചത്. അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഖോ പുരുഷ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് ബി നിഖിൽ. പിന്നെ ഈ പ്രഥമ ഖോ ലോകകപ്പ് സ്പോൺസർ ചെയ്തത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. പിന്നെ അതിൻ്റെ ഭാഗ്യചിഹ്നങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തേജസ്, താര. അപ്പം പ്രഥമ ഖോ ലോകകപ്പ് വേദി 10th പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിലാണെന്ന് തോന്നി. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദി ഇന്ത്യയായിരുന്നു. കിരീടം നേടിയതും ഇന്ത്യയാണ്. രണ്ടു കൂട്ടരും നേപ്പാളിനെ തോൽപ്പിച്ചു. പുരുഷ ടീമിൽ ഇടം നേടിയ മലയാളി ബി നിഖിൽ. സ്പോൺസർ ചെയ്ത സ്റ്റേറ്റ് ഒഡീഷ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് 2024-25 വിജയ് ഹസാരെ ട്രോഫി വിജയ് ഹസാരെ ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടകയാണ്. വിദർഭയാണ് തോൽപ്പിച്ചത്. പഠിച്ചു വെച്ചേക്കണേ, 2024-25 വിജയ് ഹസാരെ ട്രോഫി നേടിയത് ക്രിക്കറ്റ് കിരീടമാണ് കർണാടക. ഒരു പരമഹാസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരം എഴുതിയത് സാറാ ജോസഫ്. അപ്പം സാറാ ജോസഫിൻ്റെ പുതിയ കഥാസമാഹാരമാണ് ഒരു പരമഹാസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക്. ഇമ്പോർട്ടൻ്റ് ആണേ. സിന്ധു നദീതട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ലിഖിതങ്ങളുടെ ഭാഷ കണ്ടെത്തുന്നവർക്ക് $1 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ തമിഴ്നാട് സർക്കാർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിന്ധു നദീതട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ലിഖിതങ്ങളുടെ ഭാഷ കണ്ടെത്തുന്നവർക്ക് $1 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചത് തമിഴ്നാട് സർക്കാരാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡി തരംഗിണി. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡി തരംഗിണി. ഈ ഉപകരണത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, നാഡി തരംഗിണി. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണവും ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണവും നാഡി തരംഗിണി. അടുത്ത ചോദ്യം, 2025 നടക്കുന്ന ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി കേരളമാണ്, കൊച്ചി. 2025 നടക്കുന്ന ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി കൊച്ചി. ഈ ഒരു ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മിന്നുമണിയാണ്. മിന്നുമണിയുടെ പ്രത്യേകത നമ്മൾ കറണ്ട് അഫയേഴ്സായിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ ടീമിലെത്തിയ ആദ്യ വനിതാ ക്രിക്കറ്ററാണ് മിന്നുമണി. അപ്പം മിന്നുമണിയാണ് ഈ ഒരു ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ.
വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി കൈറ്റ് വികസിപ്പിച്ച ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ്. ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി കൈറ്റ് വികസിപ്പിച്ച ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ്. അടുത്തത് ഒരു പുസ്തകമാണ്. ഉയരാം ഒത്തുചേർന്ന് എന്ന പേരിൽ പുസ്തകം എഴുതിയത് കെ രാധാകൃഷ്ണൻ. അപ്പോൾ കെ രാധാകൃഷ്ണൻ്റെ പുതിയ പുസ്തകമാണ് ഉയരാം ഒത്തുചേർന്ന്. ഇമ്പോർട്ടൻ്റ് ആണേ. നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതായത് ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഇത് എണ്ണ കൊടുക്കില്ല, പെട്രോൾ കൊടുക്കില്ല. നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്തത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് എവിടെ? കൊൽക്കത്തയിൽ. ഓൺ ദി എഡ്ജ് എന്നാണ് ഈ ഗാലറിയുടെ പേര്. ഓൺ ദി എഡ്ജ്. 2025 ബാഫ്റ്റ അവാർഡിൽ ഇംഗ്ലീഷ് ഭാഷയിലല്ലാത്ത മികച്ച ചിത്രത്തിനുള്ള പുരസ്കാര വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. അറിയാലോ, വളരെ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. ഡയറക്ടർ പായൽ കപാഡിയ. അടിയന്തരാവസ്ഥാ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പ്രതിമാസം 20,000 രൂപ പെൻഷനും സൗജന്യ ആരോഗ്യ പരിരക്ഷയും ഉറപ്പു നൽകിയ സംസ്ഥാനം ഒഡീഷ. ഇമ്പോർട്ടൻ്റ് ആണ്. അടിയന്തരാവസ്ഥാ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പ്രതിമാസം 20,000 രൂപ പെൻഷനും സൗജന്യ ആരോഗ്യ പരിരക്ഷയും ഉറപ്പു നൽകിയ സംസ്ഥാനം ഒഡീഷ. 3 IPL ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ശ്രേയസ് അയ്യർ. പഠിച്ചു വയ്ക്കുക. 3 IPL ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി എന്നിവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ക്ലിയർ ആണല്ലോ. മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി എന്നിവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ മൈക്രോ മിസൈലാണ് ഭാർഗവാസ്ത്ര. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ മൈക്രോ മിസൈലാണ് ഭാർഗവാസ്ത്ര. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി വേനൽ മധുരം. 2025 നടക്കുന്ന പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ. ഇമ്പോർട്ടൻ്റ് ആണ്. 2025 നടക്കുന്ന പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് 2025 ജനുവരി 11 മുതൽ 20 വരെയുള്ള 10 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചുറ്റും ഈ ഒരു 10 ദിവസം കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നു, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത ജാനുവരി 21 മുതൽ 31 വരെയുള്ള 10 ദിവസത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് പാർട്ട് 3 വീഡിയോ ജനുവരി കറണ്ട് അഫയേഴ്സിലെ പാർട്ട് 3 വീഡിയോയുമായിട്ട് നമ്മൾ കാണും. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപയോഗമായിരിക്കും. പ്രത്യേകിച്ച് എക്സാം എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേർക്ക് ഈ വീഡിയോ കൊണ്ട് ഉപയോഗം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സ് വീഡിയോയുമായിട്ട് കാണാം. പിന്നെ ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ കാര്യം പറഞ്ഞത് ആരും മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ ബൈ ബൈ.